എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ 6ാം ക്ലാസ് SCERT സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഒരുപാട് നല്ല പോയിന്റ്സ് ഉള്ള ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായിട്ടുള്ള അഗ്നിച്ചിറകുകളിലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി നിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് നോക്കാൻ പോകുന്നത്. സമൂഹത്തിൽ അരികവൽക്കരണം നടക്കുന്നത്, അരികവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്നാൽ എന്താണെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം അഥവാ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. എന്താ? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക, അതാണ് അരികവൽക്കരണം. അപ്പോൾ അതിൻ്റെ ചില ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചില കാരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ, പ്രകൃതി ദുരന്തങ്ങൾ മൂലം, അതുപോലെ പരിസ്ഥിതി മലിനീകരണം, അതുപോലെ കടൽക്ഷോഭങ്ങൾ മൂലം, മൈഗ്രേഷൻ മൂലം ഒക്കെ അധികവൽക്കരണം നടക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അധികവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടം, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അധികവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അധികവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നതും ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികവൽക്കരണം നേരിടുന്നത് എന്ന് നോക്കാം. സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവരെ, അഭയാർത്ഥികളെ, ഭിന്നശേഷിക്കാരെ, ജയിൽ മോചിതരെ തുടങ്ങിയവരൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതിലെ ഓരോ വിഭാഗത്തിലും അരികവൽക്കരണത്തിനെതിരെ പോരാട്ടത്തിന്റെ തന്നെ വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിലും ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം, തിരുവനന്തപുരം. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവ UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവ UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പഞ്ചമി കയറിൻ്റെ ഭാഗമായിട്ടാണ് ജന്മിമാർ സ്കൂളിൽ തീ വയ്ക്കുന്നത്. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും ആ സ്കൂളിലെ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. അവരുടെ
അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് നമ്മൾ സ്കൂളിൻ്റെ പേര് മാറ്റിയത്. ഈ അടുത്താണ് മാറ്റിയത്. അതിൻ്റെ ഒരു പത്രവാർത്തയുടെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. സ്കൂളിൻ്റെ പേര് ഇപ്പോൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. അക്കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരമാണ് മുകളിൽ നമ്മൾ കണ്ടത്. ദളിത് വിഭാഗത്തിന് വാഹനത്തിൽ സഞ്ചരിക്കാൻ, പൊതുവഴിയിൽ നടക്കാനും, നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും, വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലായിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികൽക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തിത്വങ്ങളും പറഞ്ഞത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അരികവൽക്കരണത്തെ എതിർത്തവരാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ജ്യോതിറാവു ഫുലെ 1827 ജനിച്ച് 1890 അദ്ദേഹം മരണപ്പെടുന്നത്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ജ്യോതിറാവു ഫുലെ അദ്ദേഹമാണ് ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്താണ് ദളിത് എന്നതിൻ്റെ അർത്ഥം? ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണിത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഇനി സാവിത്രിബായി ഫുലെ 1831 1897 മരണപ്പെട്ടു. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ. അപ്പോൾ പെൺകുട്ടികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചത് പൂനെയിലാണ്. ആ പൂനെയിലെ വിദ്യാലയത്തിലെ ആദ്യ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാപാഠശാല സ്ഥാപിച്ചതാരാണ്? സാവിത്രിബായി ഫുലെയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റി സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി പെരിയോർ EV രാമസ്വാമി നായ്ക്കർ 1879 1973 സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? പെരിയോർ EV രാമസ്വാമി നായ്ക്കരാണ്. ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സാമൂഹിക പരിഷ്കർത്താവായ അദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയ സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയോർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി പോരാടി ഭ്രാമണാധിപത്യത്തിലൂന്നിയ സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീനകാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികവൽക്കരിക്കപ്പെട്ടത്. ഇനി വെറിയർ എൽവിൻ 1902 1964. അപ്പോൾ ആരാണ് വെറിയർ എൽവിൻ? ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ നരവംശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആളാണ് ഇദ്ദേഹം. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായിട്ട് നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രകൃതി അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്ര ജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരും ഉണ്ട്. ഇനി ഡോക്ടർ A അയ്യപ്പൻ. ആരാണ് ഡോക്ടർ A അയ്യപ്പൻ? 1905 1988. തൃശ്ശൂർ ജില്ലയിലെ
പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പന്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹവും ഒരു പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആളാണ് ഇദ്ദേഹം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പൻ ജനിക്കുന്നത്. പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയൊക്കെ കീഴിലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ ഗവേഷണ പഠനം പൂർത്തിയാക്കിയ ആളാണ്. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനൊക്കെ സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് നഞ്ചിയമ്മ. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. കിളക്കാത്ത സന്തനമേറെ വികുപോക പുത്രിക എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ഇത് അതിൻ്റെ ചിത്രം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്രജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പേറെ, തുടി, നാട്ടിപ്പണി, ധവിൽ തുടങ്ങിയവ. സ്വന്തം ഭൂമിയിന്മേലുള്ള അവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അധികവൽക്കരണം സംഭവിച്ചൊരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ശ്രീമതി നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന് പറയുന്നത്. അതിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഒന്ന് വായിച്ചു നോക്കാം. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് മുകളിലുള്ളത്. ഇവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്, കാരണമെന്ത്, അതൊക്കെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടിരുന്നു സ്ത്രീ എന്ന നിലയിൽ. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിലെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പണ്ഡിത രമാബായിയെ കുറിച്ച് നോക്കാം. പണ്ഡിത രമാബായി 1858 1922. 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. വിധവകളുടെ വിദ്യാഭ്യാസം, ക്ഷേമം പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനുമായിട്ട് പണ്ഡിത രമാബായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടുപേരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ പുന്നൻ ലൂക്കോസും E.K. ജാനകി അമ്മാളും. ആദ്യം കൊടുത്തിട്ടുള്ളത് ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ കുറിച്ചാണ്. 1886 1976. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി കൂടിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി കൂടിയാണ്. ഇനി E.K. ജാനകി അമ്മാൾ 1897 1984. കേരളത്തിൽ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് E.K. ജാനകി അമ്മാൾ. വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. എന്താണ് സസ്യശാസ്ത്രജ്ഞ? കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു സസ്യശാസ്ത്രജ്ഞയാണ് ഇദ്ദേഹം. 1977 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറായിരുന്നു. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷം എന്നിവ എന്താ നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നു. ഇനി ന്യൂനപക്ഷം, മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പത്ര കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. എന്നാണ് വന്നത്? 2016 ഇത് വരുന്നത്. ഇനി പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. 1948 പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത്.
ഇനി ഭരണഘടന വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1891 ജനിച്ച് 1956 അദ്ദേഹം മരണപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14 തുല്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. മതം, വംശം, ജാതി, ലിംഗവിവേചനം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടനയുടെ അനുച്ഛേദം 15 പറയുന്നുണ്ട്. അപ്പോൾ തുല്യത പറയുന്ന അനുച്ഛേദം 14, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിലൊന്നും യാതൊരു വിവേചനവും പാടില്ല എന്ന അനുച്ഛേദം 15 പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക.